My dear students, we are going to the next topic under the Sale of Goods Act, that is NEMO, DAT, QUOD, known habit. എന്താ അപ്പോൾ ഇത് അല്ലേ? NEMO, DAT, QUOD, known habit എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഗിവ് വാട്ട് യു ഡു നോട്ട് ഹാവ്. അതായത് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ വാച്ച് എടുത്ത് വേറൊക്കെ വിൽക്കാൻ പറ്റുമോ? എൻ്റേതല്ല, നിങ്ങളുടെ വാച്ച് എടുത്ത് വിൽക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് അവകാശമുള്ള സാധനം മാത്രമേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ, എന്നാലേ വാങ്ങുന്ന ആൾക്കാരിൽ അവകാശം ലഭിക്കുള്ളൂ. ഇതാണ് NEMO, DAT, QUOD, known habit എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? NEMO, DAT, QUOD, known habit എന്ന് എഴുതുക. അത് എന്നിട്ട് ലാറ്റിൻ മാക്സിം അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നോ വൺ ക്യാൻ ഗിവ് വാട്ട് ഹി ഡസ് നോട്ട് ഹിംസെൽഫ് പൊസസ്. നോ വൺ ക്യാൻ ഗിവ് വാട്ട് ഹി ഹിംസെൽഫ് ഡസ് നോട്ട് പൊസസ് എന്ന് എഴുതുക. അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അവകാശമില്ലാത്ത സാധനം നിങ്ങൾക്ക് വേറൊക്കെ വിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കാര്യം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ കാറ് എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ഗോപാലിന് കൊടുത്തു. ഗോപാലൻ പറഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞിട്ട് മടക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗോപാലിന് ഉപയോഗിക്കുകയാണ്. ഗോപാലൻ എന്ത് ചെയ്തു? ഈ കാറെടുത്ത് വേറൊക്കെ വിറ്റു. എന്നോട് ചോദിക്കാതെ ഞാൻ അവന് കൈ കൊടുത്താണ്. ഒരാഴ്ച കഴിഞ്ഞ് മടക്കി തരണം, വേറൊക്കെ വിറ്റു. അപ്പോൾ മിസ്റ്റർ എക്സിന് വിറ്റു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ എക്സിൻ്റെ ഇരുന്ന കാറ് തിരിച്ച് എടുത്തൂടെ? തീർച്ചയായും എടുക്കാം. എന്നുവെച്ചാൽ ഗോപാലിന് അവകാശമില്ല ഇല്ലാത്ത ആളെങ്ങനെയാണ് വിൽക്കുക? ഗോപാലൻ കളത്തിലിട്ട് എന്തൊക്കെയോ ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാക്കി വിറ്റു, RC ഒക്കെ. അപ്പോൾ ദാറ്റ് ഈസ് NEMO, DAT, QUOD, known habit എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഗിവ് വാട്ട് യു ഡു നോട്ട് ഹാവ്. ഇഫ് ദ സെല്ലർ ഹാസ് നോ ടൈറ്റിൽ, ദ ബയർ ഓൾസോ വിൽ നോട്ട് ഗെറ്റ് എ ടൈറ്റിൽ. അപ്പം ഞാൻ ഗോപാലിന് കൊടുത്തു, ഉപയോഗിക്കാൻ കൊടുത്താണ്. ഗോപാലിന് ഒരു ടൈറ്റിലും ഇല്ല. ഹി ഹാസ് നോ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവകാശം. ഗോപാലൻ ഹാസ് നോ ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിൽ ഇല്ലാത്ത ആൾ വേറെ ആൾക്ക് വിൽക്കാൻ പറ്റുമോ? നോ. അപ്പോൾ ബയർ ഓൾസോ വിൽ നോട്ട് ഗെറ്റ് എ ടൈറ്റിൽ. അപ്പം അവകാശമുള്ള ആൾക്ക് മാത്രമേ ഒരു സാധനം, സ്വന്തം അവകാശമുള്ള ആൾക്ക് മാത്രമേ ഒരു സാധനം വിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് NEMO, DAT, QUOD, known habitൻ്റെ അർത്ഥം. ഇനി എല്ലാ നിയമത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻ എന്ന അപവാദം, അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവകാശമില്ലാത്ത ആൾക്കും വേണമെങ്കിൽ വിൽക്കാം. അതേത് സാഹചര്യത്തിലാണ്? അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ്? അപ്പോൾ നിങ്ങൾ എഴുതൂ എക്സെപ്ഷൻസ് ടു ദ ജനറൽ റൂൾ NEMO, DAT, QUOD, known habit. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമ്പർ 1 എഴുതിക്കോളൂ. സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ്. സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ്. മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ വലിയൊരു മുതലാളിക്ക് കച്ചവടത്തിൽ ഏജൻറ്റ് ഉണ്ടാവും. അയാൾ നേരിട്ട് പോയി ചെയ്യുന്നില്ല. അയാൾ ഏജൻറ്റാക്കിയിട്ട് ഏജൻറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ്. അപ്പോൾ ഞാൻ ഒരു വലിയ കച്ചവടക്കാരനാണ്. അപ്പോൾ എനിക്കൊരു ഏജൻറ്റ് ഉണ്ട്, ഏജൻറ്റ് ഗോപാലൻ. അപ്പോൾ ഗോപാലിനോട് പറഞ്ഞു, ഗോപാല എൻ്റെ ഈ കാറ് നീ ഒരു 50,000 രൂപ കിട്ടിയാൽ വിറ്റോളൂന്ന് ഗോപാലിനെ ഏൽപ്പിച്ചു. ഗോപാലൻ ശരിയെന്ന് പറഞ്ഞു. ഗോപാലൻ എന്ത് ചെയ്തു? ഈ കാർ ഒരു 40,000 രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റു. എന്നിട്ട് ആ പൈസയും കൊണ്ട് ഗോപാലൻ പോയി. ഗോപാലിനെ കാണുന്നില്ല. അപ്പം ഞാൻ പോയിട്ട് അത് വാങ്ങിയത് മിസ്റ്റർ എക്സാണ്. മിസ്റ്റർ എക്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇത് എൻ്റെ കാറാണ്, ഞാൻ ഗോപാലിനെ ഏൽപ്പിച്ചതാണ്. 40,000 രൂപയ്ക്ക് 50,000 രൂപ വിൽക്കാൻ ഏൽപ്പിച്ചതാണ്. അയാൾ 40,000 വിറ്റു. ഞാൻ പറഞ്ഞൊന്നും അനുസരിച്ചിട്ടില്ല. മാത്രമല്ല അയാൾ മുങ്ങി. അതുകൊണ്ട് എനിക്ക് കാറ് തിരിച്ചു വേണമെന്ന്. എൻ്റെ ചോദ്യം, ആ കാറ് അയാൾ തിരിച്ചു കൊടുക്കണോ കൊടുക്കണ്ടേ? അതായത് എനിക്ക് തിരിച്ചു തരണോ തരണ്ടേ? ഒരിക്കലും തരണ്ട. ബിക്കോസ് സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റ്. അപ്പം കോടതി 3 കാര്യം, ഇപ്പം ഞാൻ അയാളുടെ പേരിൽ കേസ് കൊടുത്താൽ കോടതി 3 കാര്യം എന്നോട് ചോദിക്കും. നമ്പർ 1 എന്താ ചോദിക്കുക? വെദർ ദ ഏജൻറ്റ് വാസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. ഏജൻറ്റ് കൈവശം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഏജൻറ്റല്ലേ ഗോപാലൻ? അതെ. അയാളുടെ കൈവശത്ത് നിങ്ങൾ വിട്ടുകൊടുത്താണോ? അതെ. അപ്പം പോയിന്റ് നമ്പർ 1 is the goods. The agent must be in possession of the goods or document of title to the goods. Possession of the goods or document of title to the goods. Document of title എന്ന് പറഞ്ഞാൽ അറിയോ? ഒരു എക്സാമ്പിൾ പറയാം. റെയിൽവേ റെസീറ്റ് ഒരു ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിനിൽ ഒരു ചരക്ക് ഡൽഹിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേ അതോറിറ്റീസ് എനിക്ക് ഒരു റെയിൽവേ റെസീറ്റ് തരും. ചരക്കിൻ്റെ എല്ലാ വിവരങ്ങളും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ വാല്യൂ ഒക്കെ വെച്ചിട്ട് എനിക്ക് റെയിൽവേ റെസീറ്റ് തരും. ഈ റെയിൽവേ റെസീറ്റിൽ അത് ചരക്കിൻ്റെ രേഖയാണ്, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ, ഈ റെയിൽവേ റെസീറ്റ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് ആ വണ്ടിയിൽ കൊണ്ടുപോയി ചരക്ക്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് ആ ചരക്ക് വിൽക്കുമോ എന്ന്. അപ്പോൾ ഞാൻ ശരി വിൽക്കാം. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ അയാൾക്ക് ഒപ്പിട്ട് അയാൾക്ക് കൈമാറിയിട്ട് അയാൾക്ക് ഞാൻ കാശ് വാങ്ങി. അപ്പോൾ എനിക്ക് പൈസ ഇട്ട് എൻ്റെ പോക്കറ്റിൽ പൈസയായി. അയാൾ 10 ലക്ഷം റുപ്യ തന്നു. ഞാൻ റെയിൽവേ റെസീറ്റ് അയാൾക്ക് കൊടുത്തു. ഈ റെയിൽവേ റെസീറ്റ് അയാൾക്ക് പോയിട്ട് ഇത്
ഡെസ്റ്റിനേഷൻ അതായത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ പോയിട്ട് അത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ കാണിച്ച് അപ്പം ഞാനതിൽ ഡെലിവർ ദ ഗുഡ്സ് മിസ്റ്റർ സോ ആൻഡ് സോ എന്ന് എഴുതിയിട്ട് അയാളെ ഒപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് ഞാൻ അയാളുടെ കൈ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഹീ ക്യാൻ റിസീവ് ദ ഗുഡ്സ്. അപ്പം റെയിൽവേ റെസീറ്റ് ചരക്കിന് സമമാണ്. നമ്മൾ റെയിൽവേയിൽ കയറ്റി അയക്കുന്ന ചരക്കിന് സമമാണ് റെയിൽവേ റെസീറ്റ്. സോ അപ്പം നമ്മൾ മെർക്കൻ്റെ അപ്പം ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ഇപ്പോൾ റെയിൽവേ റെസീറ്റ് പറയാൻ കാരണം. അപ്പം ചോദ്യം ചോദിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എഴുതേണ്ടത് ഏജൻറ്റ് മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ദ എക്സാമ്പിൾ റെയിൽവേ റെസീറ്റ് എന്ന ബ്രാക്കറ്റിൽ എഴുതാം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വിറ്റതാണോ എന്ന്. അതായത് നിങ്ങളുടെ ഏജൻ്റ് അല്ലേ ഗോപാലൻ സാധാരണ സ്ഥിരമായിട്ട് നിങ്ങളുടെ ചരക്കുകൾ വിൽക്കുന്നു, അതേപോലെ ചരക്ക് വിറ്റതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതേന്ന് പറയും. അപ്പോൾ അതും നിങ്ങൾക്ക് ദോഷമാണ്. സോ ദി ഏജൻറ്റ് മസ്റ്റ് ഹാവ് സോൾഡ് ദ ഗുഡ്സ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സാധാരണ ചരക്ക് വിൽക്കുന്ന പോലെ തന്നെ, ബാക്കിയുള്ള ചരക്ക് വിൽക്കുന്ന പോലെ തന്നെ ഈ ചരക്കും വിറ്റു, അത്രയേ ഉള്ളൂ. അതാണ് രണ്ടാമത്തത്. അപ്പം ദി ഏജൻറ്റ് മസ്റ്റ് ഹാവ് സോൾഡ് ദ ഗുഡ്സ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? ദ ബയർ ഹാസ് നോ നോളേജ് ദാറ്റ് ദ ഏജൻറ്റ് ഹാസ് നോ അതോറിറ്റി ടു സെൽ. The buyer must have no knowledge that the seller has no authority to sell. സെല്ലർ എന്ന് പറഞ്ഞാൽ ഏജൻ്റാണ്. ഏജൻറ്റിന് ഇങ്ങനെ 40,000 രൂപ വിൽക്കാനൊന്നും അധികാരമില്ല, അയാൾക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാനേ അധികാരമുള്ളൂ എന്നുള്ള വിവരം ഈ ബയർക്ക് അറിയില്ല. ബയറോട് കോടതി ചോദിക്കും, അയാൾ കൂട്ടുകയറ്റി ചോദിക്കും, നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇത് 50,000 രൂപയ്ക്ക് വിൽക്കാൻ പറഞ്ഞതാണ്, എന്നിട്ട് നിങ്ങൾ 40,000 അടിച്ചെടുത്താൽ നിങ്ങൾക്ക് അറിയായിരുന്നോ? എനിക്കറിയില്ല. അപ്പം ഈ 3 ആൻസേഴ്സും ഇങ്ങനെ വന്നാൽ ബയർക്ക് ഒരു ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പോൾ ഇവിടെ മെർക്കൻഡൈൽ ഏജൻറ്റ് ചരക്കിൻ്റെ ഓണറേ അല്ല, ഞാനാണ് ഓണർ. ഞാൻ ഏൽപ്പിച്ചതാണ് എൻ്റെ ഏജൻറ്റിനെ. അപ്പോൾ മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ചരക്കിന് ഞാനാണ് ഓണർ. പക്ഷേ എന്നാലും മെർക്കൻഡൈൽ ഏജൻറ്റ് ഒരാൾക്ക് വിറ്റു, ആ വിറ്റ് വാങ്ങിയ ആൾക്ക് ബയർക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തത് സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 27 എന്ന് എഴുതാം. രണ്ടാമത്തത് സെക്ഷൻ 28 എന്ന് എഴുതിക്കോളൂ. സെയിൽ ബൈ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ABC 3 കുട്ടികൾ, ABC 3 ആൾ കൂടി ഹോസ്റ്റലിൽ താമസിക്കുക. അപ്പോൾ സൂപ്പർ ലീഗും ഫുട്ബോളിൻ്റെ മാച്ചൊക്കെ വന്നു. അപ്പോൾ ഇവർക്ക് കളി കാണണം. അപ്പോൾ ഒരു ചെറിയൊരു TV വാങ്ങി, എന്നിട്ട് ഹോസ്റ്റൽ റൂമിൽ വെച്ച് 3 ആളും കൂടി കാണും. അപ്പോൾ പെട്ടെന്ന് Aയും Bക്കും എന്തോ ഒരു അടിയന്തര ആവശ്യം നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ C മാത്രമേ ഉള്ളൂ. അപ്പോൾ Aയും Bയും Cയോട് പറഞ്ഞു, നീ ഒരു കാര്യമുണ്ട്, നീ കുറച്ച് തരികടയാണ് C, അതുകൊണ്ട് നീ ഇതൊന്നും വിൽക്കാനൊന്നും പാടില്ല കേട്ടോ, ഇത് ഇവിടെ തന്നെ വേണം, ഞങ്ങൾ വരുമ്പോൾ ഈ TV കാണണം എന്നും പറഞ്ഞു. ഓക്കെ, 3 ആളും കൂടി വാങ്ങിയതാണ്. അങ്ങനെ Aയും Bയും പോയി. അപ്പോൾ C എന്ത് ചെയ്തു? ഈ TV എടുത്ത് D എന്ന് പറഞ്ഞൊരു വേറൊരു കുട്ടിക്ക് വിറ്റു, പൈസ വാങ്ങി. അപ്പോൾ ഈ D എന്ന് പറഞ്ഞ കുട്ടിക്ക് ടൈറ്റിൽ കിട്ടൂലേ? അപ്പോൾ വിൽക്കുന്ന Aയും Bയും Cയും കൂടിയുള്ള ഓണർഷിപ്പിൽ C എടുത്ത് വിൽക്കുകയാണ്. Cക്ക് ഒരു 1/3 ഓണർഷിപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ Dക്ക് ഇതിൽ ഓണർഷിപ്പ് കിട്ടുമോ കിട്ടില്ലേ എന്നാണ് ചോദ്യം, വാങ്ങിയ ബയർക്ക്. അപ്പോൾ ബയർ അപ്പോൾ ഇതേപോലത്തെ ചോദ്യം. ദ ജോയിൻ്റ് ഓണർ എന്ന് പറഞ്ഞാൽ C ആണ്, കൂട്ടവകാശി. ജോയിൻ്റ് ഓണർ വാസ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ കോണേഴ്സ്. മറ്റുള്ള കോണേഴ്സ് Aൻ്റെയും Bൻ്റെയും സമ്മതത്തോടു കൂടിയാണോ നീ കൈവശം വെച്ചതെന്ന് കോടതി ചോദിക്കും. നിൻ്റെ കൂട്ടവകാശികളിലെ Aയും Bയും അവരുടെ സമ്മതത്തോടു കൂടിയാണോ നീ ഈ TV കൈവശം വെച്ചത്? അതെ, യെസ് എന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം, ഈ ബയർ ഇതൊന്നും അറിയാതെ നിന്നോട് വിൽക്കരുതെന്ന് പറഞ്ഞതൊന്നും അറിയില്ല. ബയർ എന്ന് പറഞ്ഞാൽ D എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. Cനോട് വിൽക്കരുത്. C പറഞ്ഞാൽ എൻ്റെയും കൂടി TV ആണെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പം ബയറോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ ഇത് വാങ്ങിയത് ഗുഡ് ഫെയ്ത്തിലാണോ? ഗുഡ് ഫെയ്ത്ത് എന്നാൽ നല്ല വിശ്വാസത്തോടു കൂടി വിൽക്കുന്ന ആൾക്ക് അവകാശമുണ്ട് എന്നുള്ള വിശ്വാസത്തോട്, അതാണ് ഗുഡ് ഫെയ്ത്ത് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതിലും ഉണ്ട് കേട്ടോ, ഗുഡ് ഫെയ്ത്ത്, ബയർ മസ്റ്റ് ഹാവ് ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത്, അതിലും കൊടുക്കണം. ഫസ്റ്റ് പോയിന്റിൽ സെയിൽ ബൈ മെർക്കൻഡൈൽ ഏജൻറ്റിൽ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്, സോൾഡ് ദ ഗുഡ്സ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ബയർ മസ്റ്റ് ഹാവ് ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നും കൂടി എഴുതണം. അതേ പോയിന്റ് തന്നെ ഇവിടെയും കൊടുക്കുക. ദ ജോയിൻറ്റ്, അപ്പോൾ സെയിം എഴുതിയാൽ മതി. ദ ജോയിൻറ്റ് ഓണർ മസ്റ്റ് ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഒന്ന്. രണ്ടാമത്തത് ദ ബയർ മസ്റ്റ് ഹാവ് ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ബയർ എന്ന് പറഞ്ഞാൽ D ആണ്, C Dക്കാണ് വിറ്റത്. D ഹാസ് ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. രണ്ടാമത്തെ. മൂന്നാമത്തെ പോയിന്റ്, ദ ബയർ മസ്റ്റ് ഹാവ് നോ നോളേജ് ദാറ്റ് ദ സെല്ലർ ഹാഡ് നോ അതോറിറ്റി ടു സെൽ. ബയർ എന്ന Dക്ക്
സിക്ക് ഇത് വിൽക്കാൻ അധികാരമില്ല, മറ്റവർ തടഞ്ഞിരുന്ന് വിൽക്കരുതെന്ന് പറഞ്ഞു എന്നുള്ള വിവരമൊക്കെ അറിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം. നമ്മളിപ്പോൾ കോടതിയിലൊക്കെ പഠിപ്പിച്ചു നമ്മുടെ കക്ഷിയാണെങ്കിൽ നിങ്ങൾ പറയണേ ഇങ്ങനെ പറയണേ ഞങ്ങൾക്ക് അറിയേ ഉണ്ടായിരുന്നില്ല, കുറച്ച് അറിയുന്ന വക്കീൽ അങ്ങനെ പറയരുത്, അറിയേ ഉണ്ടായിരുന്നാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ, അവകാശം ലഭിക്കുള്ളൂ എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. സോ മൂന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതേണ്ടത് ദ ബയർ മസ്റ്റ് ഹാവ് നോ നോളേജ് ദാറ്റ് ദ സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ. ഈ 3 പോയിൻ്റ് എഴുതിയാൽ ഓക്കെ. സെക്ഷൻ 28. പിന്നെ മൂന്നാമത് സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. അസാധുവാക്കാവുന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ കയ്യിൽ കൈവശമുണ്ട്. എന്താ അസാധുവാക്കാവുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ? ഇപ്പം ഞാൻ ഒരു തോക്കെടുത്തിട്ട് എൻ്റെ ഗോപാലിനെ നേരെ ചൂണ്ടിക്കാട്ടിയിട്ട് ഇപ്പം ഞാൻ നിന്നെ ശരിയാക്കും, നിൻ്റെ ആ വാച്ച് കൊണ്ട് കൊണ്ടാന്ന്. അപ്പോൾ ഗോപാലൻ പേടിച്ചിട്ട് എനിക്ക് വാച്ച് തന്നു. അപ്പം ഞാൻ ഐ ആം എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്ട് ഗോപാലിന് എപ്പോൾ വേണം ഓടിപ്പോയി വക്കീലിൻ്റെ അടുത്ത് പോയി കോടതിയിൽ പോയി ഈ വാച്ചിൻ്റെ കച്ചവടം അസാധുവാക്കാം, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇയാൾ തട്ടിയെടുത്തത്, ഈ മാഡം തട്ടിയെടുത്തത് എന്നൊക്കെ പറയാം. അപ്പോൾ ഐ വാസ് ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. അപ്പോൾ ഗോപാലൻ പാവം അത് വക്കീലിൻ്റെ അടുത്ത് പോയി കാണാനൊക്കെ പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഇത് വിറ്റളഞ്ഞ് ഈ വാച്ച് എടുത്ത് വിറ്റു. ആറാക്ക് വിറ്റ് 1,00,000 വാങ്ങി. നല്ല വാച്ചാണ്, 1,00,000 വാങ്ങി. അപ്പോൾ എൻ്റെ ചോദ്യം, ആ വിറ്റിട്ട് വാങ്ങിയ ആളെ പേര് നമുക്ക് ജോയ് എന്ന് പറയാം. ജോയാണ് വാങ്ങിയത്. അപ്പോൾ ജോയ്ക്ക് ഇതിൽ അവകാശം ലഭിക്കുമോ എന്ന്. അത് വിൽക്കുന്ന ആൾക്ക് അവകാശമില്ല. ഞാൻ തട്ടിയെടുത്തതാണ് ഗോപാലിൻ്റെ അടുത്ത് നിന്ന്, സ്റ്റോക്ക് ചൂണ്ടി തട്ടിയെടുത്താണ്. ഐ വാസ് ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ എപ്പോൾ വേണം അസാധുവാക്കാവുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആ വാച്ച് കിട്ടിയത്. ഗോപാലിന് വേമ്പേ അസാധുവാണ്. പക്ഷേ ഈ ഗോപാലൻ ഇടപാട് അസാധാക്കുന്നതിന് മുമ്പേ ഞാനത് വിറ്റളഞ്ഞു, ജോയ്ക്ക് വിറ്റു. അപ്പോൾ ജോയ്ക്ക് ഈ വാച്ചിൽ അവകാശം കിട്ടുമോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ യെസ്, കരാറ് നേരെ മറിച്ച് ഗോപാലൻ കരാറ് ക്യാൻസൽ ചെയ്ത് കോടതിയിൽ നിന്ന് ഓർഡർ വിട്ടതിന് ശേഷമാണ് ഞാൻ വിറ്റതെങ്കിൽ ജോയ്ക്ക് അവകാശം ലഭിക്കില്ല കേട്ടോ. സോ സെയിൽ ബൈ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട് സി എന്ന് എഴുതാം. എന്നിട്ട് എഴുതേണ്ട എന്താണ്, ദ സെല്ലർ മസ്റ്റ്, അപ്പോൾ അതും എന്തൊക്കെ കണ്ടീഷൻ, സെല്ലർ മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. ദ സെല്ലർ മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. രണ്ടാമത്തത്, ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ്, ഗുഡ്സ് വാസ് സോൾഡ് ബിഫോർ ദ കോൺട്രാക്ട് ഇസ് റിസിൻഡഡ്. കരാറ് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിറ്റളഞ്ഞു, ഒരു ജോയ്ക്ക് വിറ്റു. ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ബിഫോർ ദ കോൺട്രാക്ട് വാസ് റിസിൻഡഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ എന്നർത്ഥം. പിന്നെ ദ ബയർ മസ്റ്റ്, അത് നേരത്തെ സെയിം പോയിൻ്റ്, എല്ലാത്തിലും ഒരേ പോയിൻ്റാണ്. ദ ബയർ ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് ജോയിനോട് ചോദിക്കും കോടതി, നിങ്ങൾക്കറിയോ ഇയാൾ തട്ടിയെടുത്താണ്, തോക്ക് ചൂണ്ടി തട്ടിയെടുത്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊന്നും അറിയില്ല, ഞാൻ വിചാരിച്ചു മാഡത്തിന് ഇത് അവകാശമുള്ള മാഡത്തിൻ്റെ വാച്ചാന്ന് വിചാരിച്ചു. സോ അപ്പോൾ അതിലാണ് ദ ബയർ ആക്റ്റഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. പിന്നെ ദ ബയർ ഹാസ് നോ നോളജ് ദാറ്റ് ദ സെല്ലേഴ്സ് ടൈറ്റിൽ ഈസ് ഡിഫക്റ്റീവ്. ബയർക്ക് അറിയുന്നേ ഇല്ല, ഞാനായ സെല്ലർക്ക് അതിൽ അവകാശമില്ല. എൻ്റെ ഡിഫക്റ്റീവ് ടൈറ്റിൽ എന്ന് അവകാശമില്ലാത്തതിനാണ് ഡിഫക്റ്റീവ് ടൈറ്റിൽ എന്ന് പറയാം. അപ്പോൾ വാച്ചിന് ശരിയായ അവകാശം എനിക്കില്ല. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ എഴുതണം കുട്ടികളെ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് കഴിഞ്ഞ് നാലാമത്തെ ഡി എന്താണെന്ന് നോക്കാം. ഡി സെക്ഷൻ 30 ആണ് കേട്ടോ. റൈറ്റ് ഡൗൺ 30, മറ്റേത് 29 ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത്. സെക്ഷൻ 30 എന്താണെന്ന് നോക്കാം. സെയിൽ ബൈ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. എഴുതി വെച്ചോളൂ, സെയിൽ ബൈ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. വിൽപ്പന കഴിഞ്ഞിട്ടും സെല്ലറുടെ കയ്യിൽ തന്നെ സാധനം. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോയി ഷോപ്പിൽ. ഇപ്പോൾ ലാപ്ടോപ്പിന് 1,00,000 വില, നമ്മൾ പൈസ കുറച്ച് കൊടുത്തു, ബാക്കി പിന്നെ കൊടുക്കും. പൈസേൻ്റെ കാര്യം എപ്പോഴായാലും കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. നിയമം അങ്ങനെയാണ് പറയുന്നത്. പൈസ ഒരു മാസമോ 2 മാസമോ 1 കൊല്ലമോ അതിന് കൊടുത്താൽ മതി. ഇറ്റ്സ് അപ് ടു ദ സെല്ലറുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന അനുസരിച്ച് പൈസ കൊടുത്താൽ മതി. ലാപ്ടോപ്പ് വാങ്ങി. അപ്പോൾ സെല്ലർ പറഞ്ഞു, ഇതിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇത് ഒന്ന് സെറ്റാക്കണമെന്നൊക്കെ ചോദിച്ചു. വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലാപ്ടോപ്പ് അവിടെ തന്നെ വെച്ചു. അതിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യണം, വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ശരി, അവിടെ നോട്ടേ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞു. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ
ബയർ പോയി. അപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്തു, ഇതേ ലാപ്ടോപ്പ് പെട്ടെന്ന് ഒരാൾ ഒരു ലാപ്ടോപ്പിന് അടി, അപ്പോൾ അയാൾക്ക് വേറെ ലാപ്ടോപ്പില്ല, അപ്പോൾ ഇയാളത് വിറ്റു. അപ്പോൾ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ, സെല്ലറുടെ കയ്യിൽ കൈവശമുണ്ട്, സെയിലൊക്കെ കഴിഞ്ഞതാണ്, പക്ഷേ സെല്ലർ ഇൻ പൊസഷൻ അങ്ങനെ കൊടുത്തു, വേറെ ആൾക്ക് കൊടുത്തു, ഈ ലാപ്ടോപ്പ് എടുത്ത് വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ അയാൾ ഇതിൽ അപ്പോഴേക്ക് പിറ്റേന്ന് തന്നെ ലാപ്ടോപ്പ് ആദ്യം വാങ്ങിയ ആൾ വന്നു, അപ്പോൾ ലാപ്ടോപ്പ് ഇല്ല, അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടാമത് വാങ്ങിയ ആളെ പേര് ജോയ് എന്ന് പറയാം നമുക്ക്. ഈ ജോയ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വാങ്ങിയ ആൾക്ക് അതിൽ അവകാശം കിട്ടുമോ എന്നാണ് എൻ്റെ ചോദ്യം. വിൽക്കുന്ന ആൾക്ക് ശരിക്കും അവകാശമില്ല. സെല്ലർ ഓൾറെഡി വിറ്റ് കഴിഞ്ഞ ലാപ്ടോപ്പാണ്, സെല്ലർക്ക് അവകാശമില്ല. അതിൽ രണ്ടാമതും അത് വീണ്ടും വേറൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന ആൾക്ക് ഇതിൽ അവകാശം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? യെസ് എന്ന് പറയണം. എന്താ വെച്ചാൽ വിൽക്കുന്ന ആൾക്ക് അവകാശമില്ലെങ്കിലും വാങ്ങുന്ന ആൾക്ക് അവകാശം കിട്ടുന്നുള്ള എക്സെപ്ഷൻസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പോയിന്റിൽ എന്താ എഴുതേണ്ടത്? അങ്ങനെ കിട്ടണമെങ്കിൽ, ജോയ്ക്ക് ഇതിൽ അവകാശം കിട്ടണമെങ്കിൽ ദ സെല്ലർ മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ആണല്ലോ. സെല്ലറുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലാപ്ടോപ്പ് ഇസ് വിത്ത് ദ സെല്ലർ. അപ്പോൾ സെല്ലർ മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ദ ഗുഡ്സ്, ചിലപ്പോൾ ഡോക്യുമെൻ്റ് ടൈറ്റിലായിരിക്കും. രണ്ടാമത്തത് ബയർ ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അപ്പോൾ ജോയ് രണ്ടാമത്തെ ബയറാണ്. ഹീ ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് ആണ് ആത്മവിശ്വാസത്തോടു കൂടി ഇത് ഒരു ലാപ്ടോപ്പാണ്, ഇത് വേറെ ആൾക്ക് വിറ്റുപോയ ലാപ്ടോപ്പാണെന്നൊന്നും അറിയില്ല ജോയ്ക്ക്, ജോയ് വാങ്ങി. ദ ബയർ മസ്റ്റ് ഹാവ് ബോട്ട് ദ ഗുഡ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. മൂന്നാമത്തത് ദ ബയർ മസ്റ്റ് ഹാവ് നോ നോളജ് അബൌട്ട് ദ പ്രീവിയസ് സെയിൽ. നിങ്ങൾക്കിത് മുൻകൂട്ടി വിറ്റൊരു ലാപ്ടോപ്പാണെന്ന കാര്യം നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയണം. അങ്ങനെ ഈ 3 ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി മിസ്റ്റർ ജോയ് ദ സെക്കൻഡ് സെല്ലർ വിൽ ഗെറ്റ് എ ടൈറ്റിൽ. അപ്പം വിൽക്കുന്ന സെല്ലർക്ക് ടൈറ്റിലില്ല, ഓൾറെഡി വിറ്റുപോയതാണ്, പക്ഷേ എന്നാലും രണ്ടാമത് വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടും. അതാണ് ഫോർത്ത് പോയിൻറ്റ് ഡി. ഈ എന്താണ്? സെയിൽ ബൈ ബയർ ഇൻ പൊസഷൻ ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. സെയിൽ ബൈ എ ബയർ ഇൻ പൊസഷൻ ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, എന്നാലും ചരക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറേ ഫേർണിച്ചർ, സോഫ, കസാല, മേശ ഒക്കെ ഉണ്ട് ഒരു വീട്ടിൽ, അത് മുഴുവൻ ഒരാൾക്ക് വിറ്റു, ബിക്ക് വിറ്റു. അപ്പോൾ ബി ഫേർണിച്ചറൊക്കെ എടുത്ത് പറഞ്ഞു ഇതിൻ്റെ വില 20,000 റുപ്യാണ്, ഞാൻ ഓരോരോ മാസം 1,000 റുപ്യ വെച്ച് 20 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാം പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി നിങ്ങൾക്ക് തരാം, പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ഡിഫോൾട്ട് വരുത്തിയാൽ ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ ഫുൾ ഇതും ഇങ്ങോട്ട് മടക്കിയെടുക്കും, ഞാൻ ഫേർണിച്ചറൊക്കെ കൊണ്ട് മടക്കിയെടുക്കും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ എഗ്രിമെൻറ്റ്. അതായത് 20,000 റുപ്യേൻ്റെ ഫേർണിച്ചർ ബിക്ക് വിറ്റു, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്, 1,000 വെച്ചിട്ട് 20 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബീൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിഫോൾട്ട് വരുത്തിയാൽ ഞാനത് തിരിച്ചെടുക്കും. ബി എന്ത് ചെയ്തു? കുറച്ച് 2-3 ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചുള്ളൂ, അപ്പോഴേ അത് വേറൊക്കെ വിറ്റു. വിറ്റ് അയാളാണ് ഇപ്പോൾ ഓണർ, അയാൾ വിറ്റ് പൈസ വാങ്ങി. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ രണ്ടാമത് വാങ്ങിയ ആൾക്ക് ബി ഡിക്ക് വിറ്റു. അപ്പോൾ ഡിക്ക് ഈ ഫർണിച്ചറിൽ അവകാശം ലഭിക്കുമോ ലഭിക്കില്ലേ എന്ന്? അപ്പോൾ യെസ്, അവകാശം ലഭിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഒരു സെയിലല്ലേ, സെയിലാവുന്നോട് ആദ്യത്തെ സെയിൽ ബിക്ക് വിറ്റത് സെയിലാണ്. അപ്പോൾ സെയിലാണെങ്കിൽ അയാൾക്ക് അവകാശം ലഭിച്ചല്ലോ, ബിക്ക് അവകാശം ലഭിച്ചു. ബി വേറൊരാൾക്ക് വിൽക്കുകയാണ്. സോ സെയിൽ ബൈ ബയർ ഇൻ പൊസഷൻ ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ബിക്ക് കൊടുത്ത ബയർക്ക് പൊസഷൻ ഉണ്ട്. ഓണർഷിപ്പ് അവസാനമേ തരുള്ളൂ, നിങ്ങൾ ഫുൾ പൈസ അടച്ചാൽ നിങ്ങൾ അവകാശിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബി അത് വേറൊരാൾക്ക് വിറ്റാൽ, സിക്ക് വിറ്റാൽ യെസ് ബിക്ക് വേണമെങ്കിൽ ഈ ഇത് തിരിച്ചെടുക്കാം. ഹി ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. ഫർണിച്ചർ എടുത്തിട്ട് ഇൻസ്റ്റാൾമെൻറ്റ് ആവുന്നതിന് മുമ്പ് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ടില്ല, ഇൻസ്റ്റാൾമെൻറ്റ് മുഴുവൻ കൊടുത്തിട്ടില്ല, പക്ഷേ ബിക്ക് വിറ്റു. ബി എന്ത് ചെയ്തു? ബി അതെടുത്ത് സിക്ക് വിറ്റു. ഈ ഫർണിച്ചർ എടുത്തിട്ട് ഒന്നായിട്ട് സിക്ക് വിറ്റു. അപ്പം ആദ്യത്തെ ബയർക്ക് ഈ ഫർണിച്ചർ പോയിട്ട് സീൻ്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇത് ഞാൻ അയാൾക്ക് അവകാശമൊന്നും കൊടുത്തിട്ടില്ല, അയാൾക്ക് അവസാനം വരെ അയാൾ പൈസ തന്നിട്ടില്ല, ബി പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഫർണിച്ചർ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് സീൻ്റെ അടുത്ത് പോയി, സീൻ്റെ അടുത്ത് പോയി. അപ്പോൾ സി കൊടുക്കണോ കൊടുക്കണ്ട, സി ഈ ഫർണിച്ചർ തിരിച്ചു കൊടുക്കണ്ട. സി കനോട്ട് റിക്കവർ ദ ഫർണിച്ചർ ഫ്രം
അപ്പോൾ ആദ്യത്തെ എ കനോട്ട് റിക്കവർ ദ ഫർണിച്ചർ ഫ്രം സി ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ കോൺട്രാക്റ്റാണ്, സെയിലായതാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ അതാണ് സെയിൽ ബൈ ബയർ ഇൻ പൊസിഷൻ ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഇനി അടുത്ത എഫ് എന്താണ്? സെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ. ആരാ കുട്ടികൾ ഈ അൺപെയ്ഡ് സെല്ലർ? അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചരക്ക് വിറ്റു, പക്ഷെ നിങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല. നിങ്ങൾ ചരക്ക് ഓൾറെഡി വിറ്റു, പക്ഷേ അതിൻ്റെ പൈസ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളെ പറയാം അൺപെയ്ഡ് സെല്ലറിനാണ്. ഈ അൺപെയ്ഡ് സെല്ലർക്ക് ചിലപ്പോൾ സാധനം അയാളുടെ കയ്യിൽ തന്നെ കൈവശം വെച്ചിരിക്കുക. അയാൾക്കൊരു ലീൻ എന്ന് പറഞ്ഞൊരു അവകാശമുണ്ട്. ലീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ എന്നിട്ട് കൊണ്ടുപോയാൽ മതി, ചരക്ക് വിൽപ്പന ആയാലും നിങ്ങൾ പൈസ തരി എന്നിട്ട് കാറ് കൊണ്ടുപോയാൽ മതി എന്ന് സെല്ലർ പറയാണ്. അപ്പോൾ അയാൾക്കൊരു ലീനുണ്ട്. ലീൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കാനുള്ള അവകാശം. അങ്ങനെ ലീനുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അയാൾക്കത് വേറെ ആൾക്ക് വിൽക്കാം പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ. പിന്നെ അയാൾക്ക് അൺപെയ്ഡ് സെല്ലർക്ക് വേറൊരു അവകാശമുണ്ട്. റൈറ്റ് ഓഫ് എന്താ പറയുക, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്. സ്റ്റോപ്പ് ചെയ്യുക, ട്രാൻസിറ്റിൽ സ്റ്റോപ്പ്. ഇവിടുന്ന് ദുബായിലേക്ക് അയക്കുന്ന ചരക്കാണ്, പകുതി വഴിയിലെത്തിയിട്ടേ ഉള്ളൂ. പകുതി വഴി വലിയൊരു പോർട്ടിലെത്തി. അപ്പം സെല്ലർക്കൊരു വിവരം കിട്ടി, അവിടുത്തെ അറബി ബയർ പാപ്പരയക്കുന്നു പറഞ്ഞാൽ പിന്നെ പൈസ കിട്ടില്ല എന്തായാലും. 1 കോടീൻ്റെ ചരക്കുണ്ട്. അപ്പം സെല്ലർ എന്ത് ചെയ്തു, പോർട്ടിൽ തന്നെ നിർത്തിയിട്ട് മറ്റേ അറിയിക്കാം ഞങ്ങളിത് വേറെ വിൽക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ അയാൾക്ക് വിൽക്കാം. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്ന അവകാശം വിനിയോഗിക്കുകയാണ് അൺപെയ്ഡ് സെല്ലർ. എന്നിട്ട് ആ ചരക്കെടുത്ത് അയാൾ വേറെ ആൾക്ക് വിൽക്കുകയാണ്. അങ്ങനെ രണ്ടാമത് വാങ്ങിയ ആൾക്ക് എന്തായാലും അവകാശം ലഭിക്കും. ആദ്യം ഒരാൾക്ക് വിറ്റുപോയ ചരക്കാണ്, എന്നാലും രണ്ടാമത് വിറ്റാൽ അൺപെയ്ഡ് സെല്ലർ വിറ്റാൽ വാങ്ങുന്ന ആൾക്ക് എന്തായാലും ടൈറ്റിൽ ലഭിക്കും. ഇതാണ് സെയിൽ ബൈ അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റും ഇത് രണ്ടും അണ്ടർലൈനാണ് കേട്ടോ കുട്ടികളെ. റൈറ്റ് ഓഫ് ലീനാണ് പിടിച്ചു വയ്ക്കുക. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്നാൽ പകുതി വഴിയിൽ വെച്ച് നിർത്തുക. അതായത് ബയർ പാപ്പരായ വിവരം കിട്ടുക, നിർത്തിയിട്ട് വേറാക്ക് വിൽക്കുക. ആ വാങ്ങിയ ആൾക്ക് എന്തായാലും ടൈറ്റിൽ കിട്ടും. പിന്നെ അടുത്തത് ജി ആണ് സെയിൽ ബൈ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. സെയിൽ ബൈ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ആണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് നിലത്തുന്ന ഒരു വാച്ച്, റോഡിൽ നിന്ന് ഒരു വാച്ച് വീണ് കിട്ടി. വില കൂടിയ വാച്ച്, 50,000 രൂപേൻ്റെ വാച്ചാണ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാനത് വേറൊക്കെ വിൽക്കാൻ പാടില്ല, പക്ഷേ ചില സാഹചര്യങ്ങൾ എനിക്ക് വിൽക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ പേപ്പറിലൊക്കെ പബ്ലിഷ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു വാച്ച് കിട്ടിയിട്ടുണ്ട്, ആരാ വന്ന് വാങ്ങിക്കോളൂ. ആരും വന്നില്ല. ദ ഓണർ കൻ നോട്ട് ബി ഫൗണ്ട് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഇനിയിപ്പോൾ ഓണറെ കണ്ടു, ഓണർ വന്നു, പക്ഷേ ഞാൻ പറഞ്ഞു അയാളോട് ഞാൻ ഈ വാച്ച് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, ലോക്കറിന് കൂലിയായിട്ട് 5,000 രൂപ ഉണ്ട്, അത് നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. അയാൾ തരൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൊടുക്കണ്ട, വാച്ച് കൊടുക്കണ്ട, നിങ്ങൾക്ക് ആ വാച്ച് വിറ്റിട്ട് 5,000 രൂപ വസൂലാക്കി ബാക്കി പൈസ കൊടുത്താൽ മതി. അങ്ങനെയും വിൽക്കാം. അപ്പോൾ വാങ്ങിയാൾക്ക് ടൈറ്റിൽ കിട്ടും. നിങ്ങൾ ഓണറല്ല, വാച്ച് വീണ് കിട്ടിയ ആൾ ഓണറല്ല, പക്ഷേ അയാൾ റിഫ്യൂസ് ടു പേ ദ ലോഫുൾ ചാർജസ് കൊടുക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് ഈ വൈൻഡർ ഓഫ് ഗുഡ്സ് വീണ് കിട്ടിയ ആൾക്ക് വിൽക്കാനുള്ള അധികാരമുണ്ട്. എന്നിട്ട് അയാൾ ഇപ്പോൾ ലോക്കർ വെച്ചു, എന്താ വെച്ചാൽ അയാൾക്ക് ചിലവായ സംഖ്യ എന്താ, ഇപ്പോൾ വല്ല പശു കുതിരയൊക്കെ ആണെങ്കിൽ അയാൾ ഒരു ഷെഡ് കെട്ടി ഒരാളെ ആക്കി അത് നോക്കാൻ, അതിൻ്റെ പൈസ തന്നാൽ ഞങ്ങൾ കുതിരേനെ വിട്ടു തരാമെന്ന് പറഞ്ഞു. അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുതിരേനെ വിൽക്കാം, നോ പ്രോബ്ലം. അതാണ് ദ ഓണർ ഇഫ് ഫൗണ്ട് റിഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജസ്. പിന്നെ ചിലപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടിയത്. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ കടലിലൊക്കെ ചിലപ്പോൾ ഇതായിപ്പോവും. ഇപ്പോൾ ഒരു കപ്പൽ എവിടെയോ കാസ്റ്റവേ ആയിപ്പോയി, എവിടെയോ അതിൽ മുഴുവൻ ഇറച്ചിയോ മീനോ എന്തൊക്കെയാണ് അന്ന് വിചാരിച്ചു, അത് പെരിഷബിളാണ്. അപ്പോൾ അത് ഒരാൾക്ക് കിട്ടി. ആ കപ്പലൊന്നായിട്ട് ഒരാൾ കണ്ടു, അയാളെ കൈവച്ചെടുത്തു, ആളൊന്നുമില്ല, ക്രൂ ഒന്നുമില്ല, അങ്ങനെ കപ്പലിങ്ങനെ പോവാണ്. അപ്പോൾ എന്താ അത് പെരിഷബിളാണ്, അയാൾക്ക് വിൽക്കാം. ചീത്തയായിപ്പോയി, ഇനി ഇത് വെച്ചാൽ അത് ഡാമേജ് ആയിപ്പോയെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിൽക്കാം. പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് വിൽക്കാം. ഡേഞ്ചർ ഓഫ് ലൂസിങ് ഗ്രേറ്റർ പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ, അതായത് ഇതിൻ്റെ വാല്യൂ മുഴുവൻ മൂല്യം ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വിൽക്കാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ സാധനത്തിന് ആകെ 3,000 രൂപ വില, പക്ഷേ അത് പ്രിസേർവ് ചെയ്യാനും എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ 2,000 രൂപ. അപ്പോൾ 2/3 നിങ്ങൾക്ക് ഇപ്പോൾ ചിലവാകും പോക്കറ്റിൽ നിന്ന്. ആകെ 3,000 രൂപേൻ്റെ സാധനം നിങ്ങൾക്ക് പ്രിസേർവ് ചെയ്യാൻ 2,000 രൂപ വേണം. 2/3 വാല്യൂ നമ്മൾ സൂക്ഷിക്കാനും ഒരാൾക്ക് ഏൽപ്പിക്കാനും ഒക്കെ ചിലവുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ യു ക്യാൻ സെൽ ദ ഗുഡ്സ്, വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടും. അപ്പം നമ്മൾ സെയിൽ ബൈ ഫൈൻഡർ ഓഫ് ഗുഡ്സിൽ എന്താ എഴുതുക? നമ്പർ 1, ദ ഓണർ കാനോട്ട് ബി ഫൗണ്ട് വിത്ത് റീസണബിൾ ഡിലിജൻസ്. എത്രയോ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടും പേപ്പറിൽ പരസ്യം ചെയ്തു, ലോക്കൽ പത്രത്തിൽ പരസ്യം ചെയ്തു എന്നൊക്കെ പറയാം. ഓണർ കാനോട്ട് ബി ഫൗണ്ട് വിത്ത് റീസണബിൾ ഡിലിജൻസ് എന്ന ശ്രദ്ധയോടുകൂടി തിരഞ്ഞു. രണ്ടാമത്തത്, ഓണർ റെഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജസ്. 2,
ഓണർ റെഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജ്. മൂന്നാമത്തത് ഗുഡ്സ് ആർ ഇൻ ദ ഡേഞ്ചർ ഓഫ് പെരിഷിങ് എന്ന് പറഞ്ഞാൽ ചീത്തയായി പോവാം. നാലാമത്തത് ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ എമൗണ്ട്സ് ടു 2/3 ഓഫ് ഇറ്റ്സ് വാല്യൂ. ലോഫുൾ ചാർജ് അയാൾക്ക് ചിലവാകുന്ന പൈസ അതിൻ്റെ ആകെ മൂല്യത്തിൻ്റെ 2/3 ഉണ്ട്. അങ്ങനെയാണ് അയാൾക്ക് വിൽക്കാം. വാങ്ങുന്ന ആൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പോൾ വീണ് കിട്ടിയ സാധനം നമ്മൾ ഓണറല്ല, പക്ഷെ നമ്മൾ വിറ്റാലും വാങ്ങുന്ന ആൾക്ക് ഈ സാഹചര്യത്തിൽ വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. പിന്നെ അടുത്ത എച്ച്, സെയിൽ ബൈ പോണി ഓർ പ്ലെഡ്ജി. ആരെ പോണി ഓർ പ്ലെഡ്ജി? ഇപ്പോൾ ഞാനെൻ്റെ ഒരു മാല ഗോൾഡ് ചെയിൻ ഉണ്ട്. ഇത് ഞാൻ പണയം വെക്കുകയാണ്. ഇത് ഞാൻ എടുത്ത് പണയം വെച്ചു, എനിക്ക് 10,000 രൂപ കിട്ടണം. അപ്പോൾ ഞാൻ പണയം വെച്ചപ്പം ഞാൻ പോണറും ബാങ്ക് പോണിയാണ്. ഞാൻ പോണറും ബാങ്ക് പോണി. അപ്പോൾ ഞാൻ ഈ 10,000 രൂപ വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ പലിശ കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ഞാൻ മിണ്ടാണ്ട് ഞാൻ നടക്കുക. അപ്പോൾ അവർ നോട്ടീസ് അയച്ചിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോണി എന്ന് പറഞ്ഞ ബാങ്കിന് അത് വിൽക്കാം, ലേലത്തിൽ വിൽക്കാം. അപ്പോൾ അവർ ഓണറല്ല, ദേ ആർ നോട്ട് ദ ഓണർ. ഞാനല്ലേ ഓണർ. അവർക്ക് പണയത്തിന് കൊടുത്തതല്ലേ. ദേ ക്യാൻ സെൽ ദ ഗുഡ്സ്. അപ്പോൾ വാങ്ങുന്ന പണയത്തിൽ അത് ലേലത്തിൽ വിറ്റ് വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടൂലേ? കിട്ടും. ബാങ്ക് അതിൻ്റെ ഓണറല്ല. പക്ഷേ സ്റ്റിൽ even though bank is not the owner, bank can sell my gold ornament, gold chain, and the buyer will get a good title. അതാണ് സെയിൽ ബൈ പോണി ഓർ പ്ലെഡ്ജി. പിന്നെ അടുത്തത് HI, സെയിൽ ബൈ ഒഫീഷ്യൽ റിസീവർ ഓർ ലിക്വിഡേറ്റർ. ഇത് വെച്ചോളൂ. സെയിൽ ബൈ ഒഫീഷ്യൽ റിസീവർ ഓർ ലിക്വിഡേറ്റർ. ആരാണ് ഈ ഒഫീഷ്യൽ റിസീവർ? ആരാണ് ലിക്വിഡേറ്റർ? നമ്മളൊരു കേസിലൊക്കെ തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാപ്പരാവാനുള്ള അപേക്ഷ കൊടുത്തു, എന്നെ പാപ്പരായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്വത്തുക്കളൊക്കെ കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഒഫീഷ്യൽ റിസീവർ ഒന്ന് കൈവശെടുക്കും. കൈവശെടുത്ത് എല്ലാ സ്വത്തും, വീടും സാധനങ്ങളും മൊബൈൽസും സോഫയും എല്ലാ സാധനവും എടുത്തിട്ട് അവർ പരസ്യമായി ലേലത്തിൽ വിൽക്കും. എന്നിട്ട് ആ പൈസയാണ് കോടതി കെട്ടിവെച്ച് കടക്കാർക്കൊക്കെ വീതിച്ചു കൊടുക്കുക. അപ്പോൾ അയാൾ ഒഫീഷ്യൽ റിസീവർ വിൽക്കുമ്പം അയാൾ ഓണറല്ലല്ലോ, ഞാനല്ലേ അതിൻ്റെ ഓണർ. ഇപ്പം എന്നെ പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എൻ്റെ സരക്കാണ് മുഴുവൻ, പക്ഷേ ഒഫീഷ്യൽ റിസീവറാണ് ഇത് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് ലേലത്തിൽ കുറേ ആൾ വാങ്ങി, അവർക്കൊക്കെ ടൈറ്റിൽ കിട്ടും. ബിക്കോസ് ഒഫീഷ്യൽ റിസീവർ വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ ദ ഓണർ, ബട്ട് ഹീ ഈസ് സെല്ലിങ് ദ ഗുഡ്സ് ആൻഡ് ദ ബയർ വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. പിന്നെ സെയിൽ ബൈ ഓണർ ബൈ എസ്റ്റോപ്പ്. ഇനി വെറും എസ്റ്റോപ്പൽ എന്ന് എഴുതിയാൽ മതി. ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിൻ്റാണ് കുട്ടികളെ, വാദ തടസ്സം എന്നർത്ഥം. ഇപ്പം എൻ്റെ ഒരു വാച്ച് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗോപാലൻ അതെടുത്തിട്ട് നോക്കിയിട്ട് അവൻ ഒരാൾക്ക് അത് വിറ്റ് എൻ്റെ മുന്നിൽ തന്നെയാണ് വിൽക്കുന്നത്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഐ ആം കീപ്പിംഗ് ക്വയറ്റ്. എൻ്റെ സ്വഭാവം പെരുമാറ്റം ഇതിൽ നിന്ന് വാങ്ങുന്ന ആളെന്താ മനസ്സിലാക്കുക, ഗോപാലനാണ് അതിൻ്റെ ഓണർ എന്ന്. ഗോപാലൻ്റെ മുന്നിൽ നിന്നാണ് വിൽക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് പറയുകയാണ്, അതെൻ്റെ വാച്ചാണ് ഇങ്ങോട്ട് മടക്കി തരുമെന്ന്. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്നല്ലേ, നിങ്ങളെ മുന്നിൽ നിന്നല്ലേ വിറ്റത്, നിങ്ങളെന്താ ഒന്നും മിണ്ടാഞ്ഞ് എന്ന് ചോദിക്കും. അപ്പം ഐ ആം എസ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്നെ കോടതി തടയും. ഇനി എൻ്റെതാണെന്ന് പറയാൻ പറ്റില്ല. കോടതി എന്നെ തടയാൻ, നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല, അയാൾ അതിൻ്റെ ഓണറായി കഴിഞ്ഞു. സോ ബൈ എസ്റ്റോപ്പൽ ഒരാൾക്ക് ഗോപാലന് അവകാശമേ ഇല്ല. പക്ഷേ ഗോപാലൻ എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത് വിറ്റു. അപ്പോൾ വാങ്ങിയ ആൾക്ക് എന്തായാലും ടൈറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എസ്റ്റോപ്പൽ എന്ന് എഴുതിയിട്ട് എന്താ എഴുതുക? ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ബൈ ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ കോണ്ടക്റ്റ്. ഞാൻ ഓണറാണ്, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ അത് വിറ്റോന്നും പറയുന്നുണ്ട്, അത് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബൈ കോണ്ടക്റ്റ്. എൻ്റെ സ്വഭാവത്തിനും പെരുമാറ്റം ഞാൻ മിണ്ടാണ്ടിരിക്കുക ഗോപാലൻ വിൽക്കുന്ന കണ്ടിട്ട്. അപ്പോൾ ഗോപാലന് അതിന് അവകാശമില്ലെങ്കിലും ഗോപാലനടുത്ത് വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടും. ഇതിനാണ് ബൈ സ്റ്റോപ്പൽ. സോ വി ഹാവ് ഫിനിഷ്ഡ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചിൽഡ്രൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞത്. ഇതൊക്കെ എല്ലാ പരീക്ഷകൾക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസാണ്. നന്നായി ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. എന്താ സംശയം യു ക്യാൻ ആസ്ക്, മൈ നമ്പർ ഇസ് ദെയർ. ഇത് സംശയങ്ങൾ ചോദിക്കാം. സോ ഓൾ ഡൗട്ട്സ് ആർ വെൽക്കം. വോയിസ് മെയിൽ ഇട്ട് തരും. പിന്നെ നിങ്ങൾ പ്ലീസ് ഹെൽപ്പ് മാം, പ്ലീസ് yes subscribe and also share to the student. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ എടുത്ത പണിക്ക് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവട്ടെ. You share to all the students. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ. Let them also watch. So thank you very much.